ശ്രീനഗറിൽ സ്ഥിതിഗതികൾ വളരെ ശാന്തമാണ്. ഇന്നലെ അവിടെ ഡ്രോണുകളൊന്നും കണ്ടില്ല. എന്ന് മാത്രമല്ല, ശ്രീനഗറിൻ്റെ ആകാശത്ത് സമാധാനം കളിയാടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുവെന്നാണ് ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ശ്രീനഗർ ശാന്തമാണ് എന്നറിയുന്ന സന്തോഷം നമുക്കുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്കൂളുകളൊക്കെ തുറക്കുകയാണോ? വെരി ഗുഡ് മോർണിംഗ് എസ്. ശ്രീനഗർ തീർത്തും ശാന്തമാണ്. കഴിഞ്ഞ 3 ദിവസത്തോളമായി ശ്രീനഗറിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച ശ്രീനഗറിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ ഏറെ സന്തോഷം നൽകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ആശങ്കയെ തുടർന്ന് വീടുകളും മറ്റും ഉപേക്ഷിച്ച് അവിടെ നിന്നും പോയിരുന്ന ആളുകൾ, ശ്രീനഗറിലേക്കോ ബാരാമുള്ളയിലെ നഗരമേഖലയിലേക്കോ മാറിയിരുന്ന ആളുകൾ ഇപ്പോൾ തിരിച്ചെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നലെ ഉറി മേഖലയിൽ നിരവധി പേർ അത്തരത്തിൽ കുടുംബവുമായി, കുഞ്ഞു കുട്ടികളുമായി തങ്ങളുടെ വീടുകളിലേക്ക്, അതിർത്തി മേഖലകളിലുള്ള വീടുകളിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. എന്നാൽ അതിലും വേദനിപ്പിക്കുന്ന ചില കാഴ്ചകൾ എന്നുള്ളത്, ഇവർ ഈ ആക്രമണം ആരംഭിച്ച 1-2 ദിവസങ്ങൾക്കകം അവിടം വിട്ടു പോയ ആളുകൾ പിന്നീട് തിരിച്ചെത്തുന്നത് ഇന്നലെയാണ്. ആ ഒരു ഘട്ടത്തിൽ തകർന്നടിഞ്ഞ് താമസയോഗ്യമല്ലാത്ത വീടുകൾ കാണുമ്പോൾ അവർ പൊട്ടിക്കരയുന്ന ചില ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അതേസമയം ഇപ്പോഴും അവിടം വിട്ടുപോയ ആളുകളുടെ ഒരു 10% പേർ മാത്രമാണ് ഒരു ദിവസം കൊണ്ട് മടങ്ങിയെത്തിയിരിക്കുന്നത്. മറ്റുള്ളവർ ഇത്തരത്തിൽ മടങ്ങിയെത്തുന്നതിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പിലാണ്. ഈ തകർന്ന വീടുകൾ, കേടുപാടുകൾ സംഭവിച്ച വീടുകൾ, അവ വൃത്തിയാക്കുന്നതിനും ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുമുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനായി ലഫ്റ്റനന്റ് ഗവർണർ ജില്ലാ ഭരണകൂടങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഇതിൻ്റെ കണക്കെടുപ്പുകൾ ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഉറി മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പുകൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇന്ന് ആ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. മറ്റെല്ലാം തന്നെ സമാധാനപരമാണ് ജമ്മു കശ്മീർ മേഖലയിൽ. ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർവകലാശാലകളും കോളേജുകളും സ്കൂളുകളും അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടും എന്നായിരുന്നു നേരത്തെ ഇറക്കിയ ഉത്തരവ്. അതുമായി ബന്ധപ്പെട്ട തുടർന്ന് ഉത്തരവുകൾ ഇറക്കിയിട്ടില്ല. സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിച്ച ശേഷം മാത്രമായിരിക്കും തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ഉത്തരവ് പുറത്തിറക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒപ്പം ശ്രീനഗർ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനവും ഇന്ന് ആരംഭിക്കാനുള്ള തീരുമാനം, അതിനായുള്ള നോട്ടീസ് ഇന്നലെ വൈകിട്ട് തന്നെ നൽകിയിരുന്നെങ്കിൽ പോലും പിന്നീട് പലയിടത്തും ഡ്രോണുകൾ കണ്ടതോടുകൂടിയാണ് വിമാന സർവീസുകളെ ബാധിച്ചത്. നിലവിലും സർക്കാർ ഇപ്പോൾ വിമാനത്താവളം പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ആശങ്കയെ തുടർന്ന് ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് വിമാന കമ്പനികൾ, പ്രധാനമായും ശ്രീനഗർ അടക്കമുള്ള ജമ്മു കശ്മീരിലെ വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന 2 കമ്പനികൾ എന്നുള്ളത് ഇൻഡിഗോയും എയർ ഇന്ത്യയുമാണ്. ഇവ രണ്ടുമാണ്, ഈ കമ്പനികളാണ് ഇപ്പോൾ താൽക്കാലികമായി വിമാന സർവീസുകൾ റദ്ദ് ചെയ്യാനുള്ള ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ശ്രീനഗറിൽ നിന്നാണ് നമുക്കിപ്പം ബൽറാം ചേർന്നത്.